വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിദേശത്ത് ഓരോ ദിവസവും ശരാശരി 20-ലധികം ഇന്ത്യൻ തൊഴിലാളികൾ മരിക്കുന്നതായാണ് സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 86% മരണങ്ങളും ഗൾഫ് രാജ്യങ്ങളിലാണ്. രാജ്യസഭയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. സത്യം പറയട്ടെ അന്വേഷിക്കുന്നു. പ്രവാസത്തിൽ മരണദൂരം കുറയുന്നു. സ്വന്തം മണ്ണിനെയും മനുഷ്യരെയും വിട്ട് അന്യരാജ്യത്ത് 3.54 കോടി ഇന്ത്യക്കാരാണ് പ്രവാസ ജീവിതം നയിച്ചു വരുന്നത്. ഇതിൽ 1.58 കോടിയോളം പേർ വിദേശത്ത് ജോലിക്കോ വിദ്യാഭ്യാസത്തിനുമായി താൽക്കാലികമായി താമസിക്കുന്നവരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം ഏകദേശം 97 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. അമേരിക്കയിൽ 54 ലക്ഷം, UAE-യിൽ 36 ലക്ഷം, മലേഷ്യയിൽ 29 ലക്ഷം എന്നിങ്ങനെയാണ് ബാക്കി കണക്കുകൾ. മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യം, ഉന്നത വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവയ്ക്കായി അന്യദേശത്ത് രാപ്പകലില്ലാതെ വിയർപ്പൊഴുക്കുമ്പോൾ പലരും ആരോഗ്യം ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഇല്ലാത്തത് കണക്കിലെടുക്കാറില്ല. എന്നാൽ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ആകെ 37,740 ഇന്ത്യൻ തൊഴിലാളികളാണ് വിദേശത്ത് ജീവൻ വെടിഞ്ഞത് എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ആശങ്കപ്പെടാതിരിക്കാനാവില്ല. 2021 8,234 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ ചെറിയ കുറവുണ്ടായെങ്കിലും 2023 മുതൽ മരണസംഖ്യ വീണ്ടും ഉയരുകയായിരുന്നു. 2023 7,291 പേരും 2024 7,747 പേരും 2025 7,854 പേരും വിദേശത്ത് മരണപ്പെട്ടു. ഇതിൽ ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത്. UAE-യിൽ 12,380 മരണങ്ങൾ, സൗദി അറേബ്യയിൽ 11,757 മരണങ്ങൾ, കുവൈറ്റിൽ 3,890 മരണങ്ങൾ, ഒമാനിൽ 2,821 മരണങ്ങൾ എന്നിങ്ങനെയാണ് കണക്കുകൾ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗൾഫിലെ പ്രതിദിന മരണനിരക്ക് 10-ൽ നിന്നും 18-ലേക്ക് ഉയർന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മരണങ്ങൾക്കൊപ്പം തന്നെ പ്രവാസികൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചുള്ള പരാതികളും വർദ്ധിച്ചു വരികയാണ്. 5 വർഷത്തിനിടെ 80,985 പരാതികളാണ് ഇന്ത്യൻ മിഷനുകൾക്ക് ലഭിച്ചത്. കൃത്യസമയത്ത് ശമ്പളം നൽകാതിരിക്കുകയോ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയോ ചെയ്യുക, തൊഴിലുടമകൾ പാസ്പോർട്ടുകൾ അനധികൃതമായി കൈവശം വയ്ക്കുക, അവധി നൽകാതിരിക്കുകയും കൂടുതൽ പണിയെടുപ്പിക്കുകയും ചെയ്യുക, കരാർ കാലാവധി കഴിഞ്ഞിട്ടും എക്സിറ്റ് വിസ നൽകാൻ വിസമ്മതിക്കുക തുടങ്ങിയവയാണ് തൊഴിലാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. തൊഴിലാളിയുടെ അപകടകരമായ പ്രവാസ ജീവിതം വിട്ട് ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് കടക്കാം. വിദേശ വിദ്യാഭ്യാസം എന്നത് കരിയറിലെ മികച്ച അവസരങ്ങൾക്കായുള്ള നിക്ഷേപമായി കാണുന്ന സമൂഹമായി നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2023 9.08 ലക്ഷം വിദ്യാർത്ഥികളും 2024 7.70 ലക്ഷം പേരും 2025 6.26 ലക്ഷം പേരും വിദേശങ്ങളിൽ പഠന ആവശ്യങ്ങൾക്കായി പോയതായാണ് ഔദ്യോഗിക കണക്കുകൾ. നിലവിൽ 13.3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിലായി പഠിച്ചു വരുന്നുണ്ട്. 2018-നും 2024-നും ഇടയിൽ 7 വർഷത്തിനിടെ 842 ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് മരിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, റോഡ് അപകടങ്ങൾ എന്നിവ മൂലമാണ് 96% മരണവും നടന്നിട്ടുള്ളത്. അമേരിക്കയിൽ 141 വിദ്യാർത്ഥികൾ മരിച്ചപ്പോൾ ദുബൈയിൽ 133 പേരും കാനഡയിൽ 119 പേരും മരിച്ചു. നല്ലൊരു ശതമാനം പേർ മാനസിക സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട്. പഠനഭാരം, ഏകാന്തത, സാമ്പത്തിക ബുദ്ധിമുട്ട്, വിസ സംബന്ധമായ ആശങ്കകൾ എന്നിവ ആത്മഹത്യയെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. വളരെ ചെറിയ ശതമാനം വിദേശ ഇന്ത്യക്കാർ വിവിധ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് കാണാതിരിക്കാനാവില്ല. 49 ഇന്ത്യക്കാരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിലവിൽ വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത്. വിദേശ ജയിലുകളിൽ വിവിധ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് നിലവിൽ 10,000-ലധികം ഇന്ത്യക്കാർ തടവിൽ കഴിയുന്നുണ്ട്. വിദേശ നിയമക്കുരുക്കുകളുടെ കഠിനമായ യാഥാർത്ഥ്യം ഇന്ത്യൻ നയതന്ത്രത്തെ വെല്ലുവിളിക്കുന്നെന്ന ഉദാഹരണമാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഉൾപ്പെടെ നടന്നുവരുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ UAE-യിൽ 25 പേരും, സൗദി അറേബ്യയിൽ 11 പേരും, മലേഷ്യയിൽ 6 പേരും, ബാക്കിയുള്ളവർ കുവൈറ്റ്,
ഇന്തോനേഷ്യ, ഖത്തർ, US, യമൻ എന്നിവിടങ്ങളിലുമുള്ളവരാണ്. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ചാരവൃത്തി എന്നിവ മുതൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വരെയും ഇവരുടെ മേൽ ചുമത്തിയ ശിക്ഷയ്ക്ക് കാരണങ്ങളാണ്. പലപ്പോഴും കാരണങ്ങൾ കൃത്യമായി അറിയാറുപോലും ഇല്ല എന്നതാണ് സത്യം. തൊഴിൽ തേടി വിദേശത്തെത്തുന്ന ഇന്ത്യക്കാർ അവിടെ സൈന്യത്തോടൊപ്പം ചേർന്ന് യുദ്ധമുഖങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ട്. ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിലും UN സമാധാന ദൗത്യത്തിലും യുക്രൈൻ യുദ്ധത്തിലും വരെ നിരവധി ഇന്ത്യക്കാർ മരണം വരിച്ചു. യുക്രൈനെതിരായ യുദ്ധത്തിനായി റഷ്യൻ സൈന്യത്തിൽ ചേർന്ന 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പുറത്തുവന്നത്. 16 പേരെ കാണാതായിട്ടുമുണ്ട്. റഷ്യൻ സൈന്യത്തിൽ സേവനം ചെയ്യുന്ന 126 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നതായാണ് കണക്ക്. UN സമാധാന ദൗത്യങ്ങളിൽ ഇതുവരെ ഏകദേശം 170-ലധികം ഇന്ത്യൻ സൈനികർ മരിച്ചതായും ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണത്തിന് കീഴടങ്ങുന്ന ഇന്ത്യൻ പ്രവാസികളിലേറെയും 40-നും 50-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഗൾഫ് മേഖലയിൽ മരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം മലയാളികളുമാണ് എന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിലാണ് ജീവിതശൈലിയും ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോഗവും ആരോഗ്യകരമായിരിക്കണം എന്നതിന്റെ പ്രസക്തിയേറുന്നത്. സൗദിയിൽ മാസം ശരാശരി ഒരു ഇന്ത്യക്കാരനെങ്കിലും പക്ഷാഘാതത്തിന് ചികിത്സ തേടുന്നുണ്ട്. ഗുരുതരമായി പക്ഷാഘാതം പിടിപെട്ട് മാസങ്ങളോളം ചികിത്സയിൽ കഴിയുന്നവരുമുണ്ട്. ഗൾഫിലെ 5 മലയാളികളിൽ 4 പേർ പ്രമേഹമുള്ളവരായി മാറിയിരിക്കുന്നു. കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എന്നിവയ്ക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമെന്ന് ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും ഫലം കുറവാണ്. അന്യനാടുകളിൽ പണിയെടുക്കുന്നവർ നാട്ടിൽ രോഗികളായി തിരിച്ചെത്തുന്ന സാഹചര്യം കൂടുതൽ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. വിദേശത്തുള്ള ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളും താഴ്ന്ന വരുമാനക്കാരും അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവരുടെ സുരക്ഷ, ക്ഷേമം എന്നിവ ഒരു മുൻഗണനയായി തുടരുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും സാധാരണ പ്രവാസികൾക്ക് അവ ലഭിക്കാറില്ല. ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് കർശനമായ നിയമ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് കൂടുതൽ ശക്തമായ പ്രീ ഡിപ്പാർച്ചർ ബോധവൽക്കരണ പരിപാടികൾ നടത്തണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക നിയമങ്ങൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ആവശ്യം വേണ്ട നടപടിയാണ്. കൂടാതെ ഇന്ത്യൻ പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഉഭയകക്ഷി നിയമസഹായ ഉടമ്പടികൾ, വേഗത്തിലുള്ള കോൺസുലാർ ആക്സസ്, നിയുക്ത നിയമപരമായ പ്രതിരോധ ഫണ്ടുകൾ എന്നിവ ആവശ്യമാണ്. ഇന്ത്യയുടെ വിപുലമായ നയതന്ത്ര സാന്നിധ്യം അത്തരം പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നുണ്ട് എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇക്കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് നിയമസഹായവും കോൺസുലാർ സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്നും തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളുമായി പ്രത്യേക ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സുസ്ഥിരമായ ധനസഹായവും ഇതിന് നിർണായകമാണ്. ഇതോടെ ഇന്നത്തെ സത്യം പറയട്ടെ അവസാനിക്കുന്നു. നമസ്കാരം.